രാജ്ഭവനിൽ ഉദ്ഘാടന പരിപാടി ഉണ്ടെങ്കിൽ ഭാരതാംബ ഉണ്ടാകുമെന്നും ഭരണഘടനാ പരിപാടികളിൽ ഭാരതാംബ ഉണ്ടാകില്ല എന്നും രാജ്ഭവൻ വൃത്തങ്ങൾ. മന്ത്രി വി ശിവൻകുട്ടിക്ക് മറുപടി പറഞ്ഞതോടെ ഇനി ബഹിഷ്കരണത്തിൽ പ്രതികരണം ഇല്ല എന്ന് രാജ്ഭവൻ വ്യക്തമാക്കുകയും ചെയ്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വേണ്ട എന്നായിരുന്നു നിലപാട്. നിലപാട് ഗവർണർ ഇന്നലെ മാറ്റുകയായിരുന്നു. പ്രശാന്ത് കൃഷ്ണ വിവരങ്ങളുമായിട്ടുണ്ട്. പ്രശാന്ത്, ഇന്നലെയും വലിയ വിവാദങ്ങളിലേക്ക് പോയി. വി ശിവൻകുട്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നു, തുടർന്ന് അദ്ദേഹം പുറത്തിറങ്ങി വന്ന് ബഹിഷ്കരണം അറിയിക്കുന്നു. രാജ്ഭവൻ അതിന് പിന്നാലെ ഗവർണറെ അപമാനിച്ചതിന് തുല്യമാണ് മന്ത്രിയുടെ നടപടികൾ എന്നുകൂടി പറയുന്നു. അപ്പോൾ നിലവിൽ രാജ്ഭവൻ അവരുടെ തീരുമാനങ്ങളിൽ തുടരും. കൂടുതൽ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത രാജ്ഭവന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്നതാണോ ഈ ഒരു മയപ്പെടുത്തൽ? ദിവിഷ്, ഇന്നലത്തെ പരിപാടിയിൽ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയായിരുന്നു. അപ്പോൾ ആ പരിപാടിയിൽ ഭാരതാംബ ചിത്രം വേണം എന്നൊരു നിലപാടിലായിരുന്നില്ല ഗവർണർ. പക്ഷേ ഇന്നലെ രാവിലെ ഗവർണർ ആ നിലപാട് മാറ്റാനുള്ള കാരണം, ഭാരതാംബ ചിത്രം വെച്ച് ഈ പുഷ്പാർച്ചന നടത്താനുള്ള കാരണം അത് നോട്ടീസിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന് കാരണം കഴിഞ്ഞ ദിവസം തലേ ദിവസം മുഖ്യമന്ത്രി നടത്തിയ പ്രകോപനപരമായ പ്രസംഗം, അതായത് ഒരു പത്രസമ്മേളനത്തിലെ പരാമർശങ്ങൾ, അതായത് രാജ്ഭവനെ RSSന്റെ ശാഖാ നിലവാരത്തിലേക്ക് താഴ്ത്തരുത് എന്ന വിമർശനം, അതിനുള്ള മറുപടിയായിരുന്നു ഗവർണർ ഇന്നലെ ആ വേദി അതുകൊണ്ടാണ് അത്തരം ഒരു നിലപാട് സ്വീകരിച്ചത്. അതിനുള്ള മറുപടി തന്നെയായിരുന്നു ഭാരതാംബ ചിത്രം ഒരുക്കിയത്. എന്തായാലും അതിനുശേഷം മന്ത്രി വി ശിവൻകുട്ടി അവിടെ വന്ന് ബഹിഷ്കരണം നടത്തി വിമർശനം ഉന്നയിച്ചു. പുറത്തിറങ്ങിയ ശേഷം ഗവർണറെ വിമർശിച്ചു. അതിന് മറുപടിയായാണ് രാജ്ഭവൻ ഇന്നലെ മന്ത്രിയെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് തന്നെ ഇറക്കിയത്. ഇനി ഇതിൽ തുടർ പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ, അതായത് മന്ത്രി വി ശിവൻകുട്ടിയുടെ ബഹിഷ്കരണവുമായി ബന്ധപ്പെട്ട് രാജ്ഭവൻ നടത്താൻ ഉദ്ദേശിക്കുന്നില്ല എന്നത് തന്നെ. ഇനിയുള്ള പരിപാടികളിലോ പ്രശാന്ത്, നേരത്തെ വന്ന ഒരു വാർത്ത, ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് ഭാരതാംബ ചിത്രം ഒഴിവാക്കും, മറ്റ് പരിപാടികളിൽ ഭാരതാംബ ചിത്രം വയ്ക്കും എന്നുള്ളതായിരുന്നു. പക്ഷേ ഇന്നലത്തേത് നമുക്ക് ഔദ്യോഗികമെന്ന് പറയാൻ കഴിയുന്ന ഒരു പരിപാടിയാണ്, പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പരിപാടിയാണ്, ഒഫീഷ്യൽ പ്രോഗ്രാമാണ്. അപ്പോൾ ഇനിയുള്ള പരിപാടികളുടെ കാര്യത്തിൽ ഈ ഭാരതാംബ പുഷ്പാർച്ചന ഉണ്ടാകുമോ? ആ കാര്യത്തിൽ എന്ത് തീരുമാനമാണ് ഗവർണറുടെ ഓഫീസ് എടുത്തിട്ടുള്ളത്? ചില രാജ്ഭവൻ വൃത്തങ്ങളുമായി സംസാരിക്കുമ്പോൾ ഇക്കാര്യത്തിൽ ഇപ്പോഴും ഒരു അവ്യക്തത നിലനിൽക്കുന്നു. കാരണം ഗവർണറുടെ വിവേചനാധികാരമാണ് രാജ്ഭവൻ ഹാളിൽ ഏത് രീതിയിൽ പരിപാടി നടത്തണമെന്നുള്ളത്. അപ്പോഴും ഒരു കാര്യം വ്യക്തമായി തന്നെ രാജ്ഭവൻ കേന്ദ്രങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. അതായത് ഭരണഘടന അനുസൃതമായുള്ള പരിപാടികൾ, അതായത് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ, അതുപോലെ തന്നെ ലോകായുക്തയുടെയും ചീഫ് ജസ്റ്റിസിൻ്റെയും സത്യപ്രതിജ്ഞ, ഇതുപോലുള്ള ചടങ്ങുകളിൽ ഈ ഉദ്ഘാടന പരിപാടി ഉള്ളതല്ല. അപ്പോൾ ഉദ്ഘാടന പരിപാടി ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിലവിളക്ക് കൊളുത്തലിൻ്റെ ആവശ്യം വരുന്നില്ല. അത്തരം പരിപാടികളിൽ ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഇന്നലെ നടന്ന പരിപാടി. അത് ഈ ഭാരത് സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സിൻ്റെ സംസ്ഥാന സർക്കാരിൻ്റെ പരിപാടിയാണ്. പക്ഷേ അതിലൊരു ഔപചാരികമായ ഉദ്ഘാടന ചടങ്ങുണ്ട്. അപ്പോൾ ഉദ്ഘാടന ചടങ്ങ് നടത്തുമ്പോൾ അതിൽ നിലവിളക്ക് കൊളുത്തുമ്പോൾ ഭാരതാംബ ചിത്രം വയ്ക്കും. അതാണ് പൊതുവെ RSSകാരുടെ ഒരു രീതി എന്ന തരത്തിൽ തന്നെ അതിനെ കാണേണ്ടി വരും. അതായത് ഗവർണർ അത് ജീവിതശൈലിയിൽ, തൻ്റെ ജീവിതചര്യയിൽ പിന്തുടരുന്ന ആളാണ് എന്ന് അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസം, അതായത് കൃഷിമന്ത്രിയുമായി ബന്ധപ്പെട്ട വിവാദം ഉണ്ടായതിനു ശേഷം നടത്തിയ പ്രസംഗത്തിലെല്ലാം പറഞ്ഞു വയ്ക്കുകയും ചെയ്തതാണ്. അതായത് ഒരു സർക്കാർ പരിപാടിയാണെങ്കിലും ഒരു ഉദ്ഘാടനം നടക്കുന്ന പരിപാടിയാണെങ്കിൽ നിലവിളക്ക് കൊളുത്തുന്ന ചടങ്ങുണ്ടെങ്കിൽ അവിടെ ഭാരതാംബ ചിത്രം പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ചര്യയുടെ ഭാഗമാണ്, അത് മാറ്റാൻ പറ്റില്ല. നിലവിളക്ക് കൊളുത്തുന്നുണ്ട് എങ്കിൽ പുഷ്പാർച്ചന നടത്തണം എന്ന നിലപാടാണ് ഗവർണർക്ക്. എന്തായാലും ഗവർണർ സർക്കാർ പോലും പുതിയ തലത്തിലേക്ക് എത്താൻ തന്നെയാണ് സാധ്യത.